ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം നീതിയും സമാധാനവും ലഭിക്കുന്നത് എങ്ങനെ? നീതിയും സമാധാനവും ലഭിക്കുന്നത് എങ്ങനെ? 533 എപ്പിസോഡ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നതിനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു. പെന്തക്കോസ്തിക്ക് ശേഷം 18ാമത്തെ ദിവസമായ ഇന്ന്, ഈ വർഷത്തിലെ ജനുവരി 1 തൊട്ട് നോക്കിയാൽ 162ാമത്തെ ദിവസം ദൈവം നമുക്ക് തന്നത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. ആ കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ട് നാം ഓരോരുത്തരും എത്രമാത്രം ദൈവത്തോട് സ്തുതി പറഞ്ഞാലും അത് മതിയാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം അവനിലേക്ക് അടുത്തു ചെല്ലണം. നീതിയും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നാം ദൈവത്തിൽ ശരണപ്പെടുന്നുവെങ്കിൽ അത് നമുക്ക് ലഭിച്ചിരിക്കും. സമാധാനം എന്ന പദത്തിൽ നീതി, ദയ, സത്യം, ധർമ്മം, ആർദ്രത എന്നിവ ഉൾക്കൊള്ളുന്നു. നീതിയും സത്യവും ഇല്ലാതെ സമാധാനമില്ല. സത്യം, നീതി, ധർമ്മം എന്നിവയുടെ ഇഴുകിച്ചേരലാണ് സമാധാനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ചെന്നായി കുഞ്ഞിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ട് കുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. സമാധാനത്തിന്റെ വൈവിധ്യതയുടെ ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. ചെന്നായെ കുഞ്ഞാടിനോടുകൂടെ പാർക്കുമെന്ന് പറയുന്ന ആ ഒരു സാഹചര്യം നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സമാധാനം എന്നത് ഒരു സാകല്യ പദമാണ്. ഇതിൽ വ്യക്തികളും സമൂഹങ്ങളും ഉൾച്ചേരുന്നു. മാനവരാശിയുടെ നന്മയും പ്രകൃതിയിലെ സകലത്തിൻ്റെയും സുസ്ഥിതിയുമാണ് സമാധാനം. ഇത് നീതി, സാകല്യം, സുസ്ഥിതി എന്നിവയിൽ അധിഷ്ഠിതമായി തീരുന്നു. മാനവരാശിയുടെ സമഗ്രതയിൽ പ്രകൃതി ബന്ധവും മനുഷ്യബന്ധവും സദൃഢമായിട്ടുള്ളതാണ്. അതിനാൽ അനീതി, ദാരിദ്ര്യം, പ്രകൃതിക്ഷോഭം, യുദ്ധം, ഭീകരത, വർഗീയത എന്നിവ സമൂഹത്തിൽ ശക്തിപ്പെടുമ്പോൾ സമാധാനം നഷ്ടമാകുന്നു. ഇവയുടെ അസാന്നിധ്യത്തിൽ ലഭ്യമാകുന്നതാണോ സമാധാനം? സമാധാനത്തിൽ എത്രയോ ബാഹ്യവും ആന്തരികവുമായ ഘടകങ്ങൾ നിലനിൽക്കുന്നു. ദൈവത്തിൽ സമ്പൂർണമായി വിധേയപ്പെടുമ്പോൾ ലഭ്യമാകുന്ന സമാധാനം വാക്കുകൾക്കും അതീതമാണ്. നീതിയിലും ധർമ്മത്തിലും ദൈവിക ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുമ്പോൾ ലഭ്യമാകുന്നതാണ് സമാധാനം. ഇത് ദൈവിക ദാനമാണ്. നീതിയും സമാധാനവും ലഭിക്കുന്നത് നാം ദൈവത്തോട് പറ്റിച്ചേരുമ്പോൾ ആണ്. ബാഹ്യമായി ലഭിക്കുന്ന ദൈവിക ഐശ്വര്യങ്ങളാണ് സമാധാനത്തിന്റെ അടിസ്ഥാനമായി സമൃദ്ധിയുടെ സുവിശേഷം പഠിപ്പിക്കുന്നത്. അനീതി ശക്തിപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നത് നീതി, ധർമ്മം, കരുണ, സുസ്ഥിതി എന്നിവയാണ്. ഇവിടെ സാമൂഹിക ബന്ധങ്ങളും വിസ്മൃതമാകുന്നു. അശാന്തി, ആഗോള ഭീകരത, വർഗീയത, യുദ്ധം എന്നിവയുടെ പശ്ചാത്തലത്തിൽ സമാധാനം സംജാതമാകണമെങ്കിൽ ധർമ്മവും നീതിയും സ്നേഹവും പരിപാലിക്കപ്പെടണം. യേശുവാണ് സമാധാനത്തിന്റെ ആധാരം. യേശുവിൻ്റെ ജീവിതമാണ് സമാധാനത്തിന്റെ സന്ദേശം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു. ദൈവിക സമാധാനവും ലോകപ്രകാരമുള്ള സമാധാനവും വൈവിധ്യമാണ്. നിങ്ങൾക്ക് സമാധാനം എന്നതിലെ ശാന്തിയുടെ സന്ദേശവും വൈവിധ്യമാണ്. ബഹുസ്വര സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാന സങ്കല്പവും വൈവിധ്യമാണ്. അക്രമരാഹിത്യ സമരം ഒരു തലത്തിൽ സമാധാനത്തിന്റെ ഉപാധിയാകുമ്പോൾ മറ്റൊരിടത്ത് അക്രമണവും ഭീകരതയും സമാധാന ഉപാധികളായി ചിത്രീകരിക്കുന്നു. അശാന്തിയുടെ നടുവിൽ ബഹളപൂരിതമായ അന്തരീക്ഷത്തിൽ സമാധാനം എന്നത് നാം തിരിച്ചറിയാതെ പോവുകയാണ്. യഹൂദന്മാർ അഭിവാദനം ചെയ്തിരുന്ന പദമാണ് സമാധാനം, യാ ശാലോം. എബ്രായ സങ്കല്പത്തിൽ സമാധാനം എന്നത് ദൈവത്തോട് താതാത്മ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പോൾ ദൈവത്തോട് മാത്രമല്ല
മനുഷ്യരോടും സമാധാനം സംജാതമാക്കുവാൻ കഴിയുന്നു. ആന്തരികമായ സംഘർഷങ്ങൾ മാറി സ്വസ്ഥത അനുഭവപ്പെടുന്ന അവസ്ഥയാണ് സമാധാനം. ഈ സമാധാനമാണ് യേശു വിഭാവനം ചെയ്യുന്നത്. നീതിയും ധർമ്മവും പരിപോഷിക്കപ്പെടുന്നിടത്ത് സമാധാനം സംജാതമാകും. ലോകം തരുന്ന സമാധാനം ശാശ്വത സമാധാനമല്ല, ഭൗതിക സമാധാനം താൽക്കാലികമാണ്. ഇത് പലപ്പോഴും പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അനേകം സമാധാന കരാറുകളിൽ വിവിധ രാജ്യങ്ങളും ആഗോള പ്രസ്ഥാനങ്ങളും ഒപ്പുവെക്കാറുണ്ട്. എന്നാൽ ഇത്തരം കരാറുകൾക്ക് യഥാർത്ഥ സമാധാനം സൃഷ്ടിക്കുവാൻ കഴിയുന്നില്ല. അവയെല്ലാം താൽക്കാലിക യുദ്ധവിരാമ കരാറുകളോ സമാധാന സന്ധി സംഭാഷണങ്ങളോ ആയിത്തീരുന്നതായി നമുക്ക് ഏവർക്കും അറിയാം. സമാധാനത്തിന് ആന്തരികവും ബാഹ്യവുമായ തലങ്ങളുണ്ട്. സമാധാനത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർക്ക് ആന്തരിക സമാധാനം നൽകുവാൻ കഴിയുന്നില്ല. പൊരുത്തമില്ലായ്മയും അസൂയയും വിദ്വേഷവും നിറഞ്ഞ യുദ്ധക്കളരികളല്ല നമ്മുടെ ആന്തരിക മനസ്സ്. കലുഷിതമായ ആന്തരിക മനസ്സിൽ എങ്ങനെ സമാധാനത്തിന്റെ വിത്തുകൾ പാകുവാൻ നമുക്ക് കഴിയും? അങ്ങനെ ആ അസൂയയും വിദ്വേഷവും നിറഞ്ഞ യുദ്ധ കളരികൾ അല്ലാതാകണം എന്നുണ്ട് എങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കണം. അല്ലെങ്കിൽ ഇത് കണിശമായും ഒരു യുദ്ധ കളരിയായി തന്നെ നമ്മുടെ ഹൃദയം മാറും. അവിടെ നമുക്ക് സമാധാനം വിതയ്ക്കുവാൻ സാധിക്കത്തില്ല. ഇത്തരം അസന്തുഷ്ടിയും അസ്വസ്ഥതയും ശക്തിപ്പെടുമ്പോൾ എങ്ങനെ ആന്തരിക സമാധാനം അനുഭവിക്കുവാൻ കഴിയും? ഇങ്ങനെയുള്ള അസ്വസ്ഥതകളുടെയും ആന്തരിക സംഘർഷങ്ങളുടെയും പ്രതിഫലമാണ് സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള താള ഭംഗങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാകും. ഭൗതിക സാഹചര്യങ്ങൾ എല്ലാം ആണെങ്കിലും എന്തോ ഒരു കുറവ് അനുഭവപ്പെടുന്നില്ലേ? സ്നേഹം കൊണ്ട് നേടിയെടുക്കേണ്ട സന്തോഷം ഇന്ന് വിലയ്ക്ക് വാങ്ങുവാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ വിലയ്ക്ക് വാങ്ങുന്ന ആഹ്ലാദങ്ങൾ ക്ഷണികമാണ്, സന്തോഷത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഇത് താത്കാലിക സന്തോഷം ജനിപ്പിക്കുമെങ്കിലും ആത്യന്തികമായി സമാധാനം നൽകുന്നില്ല. ഇവിടെയാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന സമാധാനമല്ല എന്ന വേദവചനത്തിന്റെ പ്രസക്തി. ക്രിസ്തു നൽകുന്ന സമാധാനം ആർക്കും നഷ്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. അത് ആന്തരിക സമാധാനമാണ്. ആന്തരിക സമാധാനം പൂർണ്ണമാക്കുമ്പോൾ നാം ബാഹ്യ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രവാചകരായി തീരും എന്നതിന് രണ്ട് അഭിപ്രായം ഉണ്ടാകുകയില്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ശിഷ്യന്മാർക്ക് സമാധാനം ആശംസിക്കുന്നു. അതിനാൽ അവർക്ക് ഭയത്തിൽ നിന്നും കീഴ്പ്പെടലിൽ നിന്നും മോചനം ലഭിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ഉദ്ധാനം വഴി പ്രപഞ്ചം മുഴുവനും രക്ഷയിലേക്കും സമാധാനത്തിലേക്കും മടങ്ങി വരുന്നു. ജീവനും പ്രത്യാശയും പകർന്നു നൽകുന്നതാണ് ഉയർപ്പ്. സകല ജനതയ്ക്കും പൂർണ്ണമായും സമാധാനവും അനുരഞ്ജനവും സാക്ഷാത്കരിക്കപ്പെടുന്നതിനുള്ള മുഖാന്തിരമാണ് ക്രിസ്തുവിന്റെ ഉയർപ്പ്. പർദീസായിൽ നഷ്ടപ്പെട്ട സമാധാനവും സ്നേഹവും വീണ്ടെടുപ്പിന് വേണ്ടി ക്രൂശിലെ യാഗത്താൽ യേശു ക്രിസ്തു സൃഷ്ടി മുഴുവനും സമാധാനവും ശാന്തിയും സംജാതമാക്കിയെന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോഴും വേദപുസ്തകം വായിക്കുമ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കും. തിന്മയിൽ നിന്നും അന്ധകാരത്തിൽ നിന്നുമുള്ള വിമോചനമാണ് ഉയർപ്പ്. ഓരോരുത്തരിലും എപ്പോഴും സംഭവിക്കേണ്ടതാണ് ഉയർപ്പിന്റെ ആധ്യാത്മികത. ഇത് സമാധാനത്തിനും പ്രത്യാശയ്ക്കുമുള്ള ആഹ്വാനമാണ്. ഓരോ മനുഷ്യനിലുമുള്ള തിന്മയും അന്ധകാരവും അധാർമികതയും നിഗ്രഹിച്ച് ജീവന്റെയും പ്രകാശത്തിന്റെയും ആത്മീയത ഉൾക്കൊള്ളുമ്പോൾ സമാധാനം ഉണ്ടാകുന്നു. അപ്പോൾ സമാധാനത്തിൽ വസിക്കുവാനും സമാധാനം പങ്കിടുവാനും കഴിയും. സമാധാനത്തിന്റെ ശാശ്വതമായ സ്ഥിതി നിലനിർത്തുക എന്ന ധാർമ്മിക ഉത്തരവാദിത്വം ഏവരും ഏറ്റെടുക്കണം. സമാധാനത്തിന്റെ പരിപാലനം പൂർണ്ണമായും നിർവഹിക്കണം. അതൊക്കെയും സാധിക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ കൃപാദത്തിൽ നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നാം ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ചെയ്യണം. നാം നമ്മെ തന്നെ ഒന്ന് തിരുത്തേണ്ടതുണ്ട്. ആ തിരുത്തലിലൂടെ മാത്രമേ നീതിയും സമാധാനവും നമ്മുടെ ഉള്ളിൽ ലഭിക്കത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ നീതിയും സമാധാനവും ഉണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവർക്ക് നീതി പകരുവാനും സമാധാനം പ്രദാനം ചെയ്യുവാനും നമുക്ക് സാധിക്കത്തുള്ളൂ. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ
ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.